പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് മണിപ്പൂരിൽ സംഘർഷം. ചുരാചന്ദ്പൂരിലാണ് സംഘർഷമുണ്ടായത്. മോദിയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കെട്ടിയ തോരണം ചിലർ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതേസമയം ദേശീയപാത ഉപരോധം നാഗസംഘടനകൾ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. കാശിയിലെത്തി മോദിയെ കണ്ട് മൌറീഷ്യസ് പ്രധാനമന്ത്രി. പങ്കാളികൾ മാത്രമല്ല, ഒരു കുടുംബമാണെന്ന് മോദി. ജൻ ഔഷധി ഇനി മൌറീഷ്യസിലും. സ്വർണവിലയിൽ സർവകാല റെക്കോർഡ്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 560 രൂപയാണ് കൂടിയത്. ഇതോടെ ഒരു പവൻ 22 കാരറ്റ് സ്വർണത്തിന്റെ വില 81,600 രൂപയായി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 10,200 രൂപയാണ് ഇന്നത്തെ വില. മലയാളത്തിൽ ഇറങ്ങുന്ന 5 വർത്തമാന പത്രങ്ങൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള പത്രങ്ങളും മറ്റു ചിലതുമാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നത്. 2025 ഡിസംബർ വരെ ഇഴഞ്ഞു നീങ്ങി അതിനുശേഷം അച്ചടി നിർത്താനാണ് പത്ര മാനേജ്മെന്റുകളിൽ ചിലത് ആലോചിക്കുന്നത്. ഇതിനുശേഷം PDF ഫോർമാറ്റ് രൂപത്തിലായും ഓൺലൈൻ വെബ്സൈറ്റായും വാർത്താലോകത്ത് നിലനിൽക്കുകയാണ് ലക്ഷ്യം. മദ്യപിച്ച് വാഹന പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച് നാട്ടുകാർ. എറണാകുളം RT ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MS ബിനുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. 10 മണിയോടെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ചടങ്ങിൽ ശ്രദ്ധേയമായത് ജഗദീപ് ധൻഖറുടെ സാന്നിധ്യമായിരുന്നു. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ് CP രാധാകൃഷ്ണൻ. 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. CPM നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി DYFI നേതാവ്. തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദാണ് CPMമാർക്കെതിരെ രംഗത്തെത്തിയത്. ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള ഇദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നുണ്ട്. ശരത് പ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗം നിബിൽ ശ്രീനിവാസനോട് സംസാരിക്കുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്.